കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസിനെതിരെയും മന്ത്രിയുടെ ഭാര്യ ആരോപണം ഉന്നയിച്ചത് ഇന്നലെയാണ്. ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നും പോലീസിനെ വിളിച്ചപ്പോൾ അവർ നിസ്സഹാരായി എന്നുമാണ് അവർ പറഞ്ഞത്. കണ്ടത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഇരുമുന്നണിയിലും മന്ത്രിയായിരിക്കെ സമാന ആരോപണങ്ങൾ നേരിട്ട് അപൂർവ നേട്ടത്തിനുടമയാവുകയാണ് KB ഗണേഷ് കുമാർ. മുൻ ഭാര്യ ഉന്നയിച്ച ശാരീരിക ആക്രമണമടക്കം ആരോപണങ്ങൾക്കൊടുവിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. നടപടി വൈകിയപ്പോൾ ഉളുപ്പില്ലാത്തവരോട് എന്തു പറഞ്ഞിട്ട് കാര്യമെന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ന് പരാതി പറയാനുള്ള 112 എന്ന നമ്പർ വട്ടുള്ളവർ വിളിക്കുന്ന നമ്പറെന്നാണ് ഉത്തരവാദപ്പെട്ട മന്ത്രി പറഞ്ഞത്. അധികാരത്തിലും സ്ഥാനത്തിലുമുള്ളവരെ ആളുകൾ പിന്തുണയ്ക്കൂ എന്നും എനിക്ക് പേടിയാണ് എന്നും അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളെ കാര്യങ്ങൾ നേരത്തെ ധരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. പക്ഷെ നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും മന്ത്രി മാപ്പ് പറയുന്നു, ഭാര്യ ക്ഷമിക്കുന്നു. അത് ഇന്നലെ പറഞ്ഞ പേടിയിൽ നിന്നാണോ, ഒറ്റയ്ക്കാകുമെന്ന ആശങ്കയിൽ നിന്നാണോ? പ്രതിപക്ഷ MLAക്കെതിരായ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന, ആക്രമിക്കപ്പെട്ട നടിയെ സമാധാനിപ്പിക്കുന്ന ചിത്രം സന്ദേശമായി നൽകിയ മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടറിയാൻ താൽപ്പര്യമുണ്ട്. നാട്ടിലെ മുഴുവൻ പീഡിതരും ഇപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാലമാണ്. ഗാർഹിക പീഡന കേസുകളിൽ ഇരകളെ സ്വാധീനിക്കാൻ അനുവദിച്ച് പരാതിയില്ലാതാക്കുന്നതിനെ അവൾക്കൊപ്പം വാദമുയർത്തുന്ന സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. സ്വന്തം മുന്നണിയിലെ മന്ത്രിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ സ്ത്രീ സുരക്ഷാ നയത്തിൽ വെള്ളം ചേർക്കുകയാണോ? വാളകം വിട്ടോ അവൾക്കൊപ്പം എന്നതാണ് ചോദ്യം.